അങ്ങനെ നമ്മുടെ പാട്ട ഗേൾസിൻ്റെ അവസ്ഥ തകിടം മറിഞ്ഞിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ ആഴ്ച ഇവരെല്ലാവരും കൂടിയിട്ട് ആര്യൻ, അക്ബർ, നമ്മുടെ നെവിനെയൊക്കെ തൂത്തുവാരി കിച്ചൺ ടീമത്തെ പ്രശ്നങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാവരും ഭയങ്കര ടീമായി. ഈ പ്രാവശ്യം നൂറ ക്യാപ്റ്റനുമായി. അങ്ങനെ ഈ പ്രാവശ്യം വളരെ നല്ലൊരു ക്യാപ്റ്റൻസി കൊണ്ടുപോകാന്നുള്ള രീതിക്കാണ് നൂറ ഹൗസിൽ നിൽക്കുന്നത്. പക്ഷേ ഈ അനുമോൾ ഉണ്ടോ സംഭവിക്കുന്നത്? അനിമോൾ ആരാ ടീം? അനിമോൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിമോൾക്കറിയാം ഇവരുടെ കൂടെ കൂട്ടം കൂടി നല്ല രീതിയിൽ ചങ്ങാത്തായി പോയി കഴിഞ്ഞാൽ പണി 8ൻ്റെ കിട്ടും. അതായത് ലാസ്റ്റ് വോട്ട്സ് ഡൈല്യൂട്ടഡ് ആവാൻ സാധ്യതയുണ്ട്. ഇവർക്ക് രണ്ടാക്കും നല്ല പോസിറ്റീവ് വരും, അതുപോലെ തന്നെ വോട്ട്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആവുന്നു. ഇത് അനിമോൾക്ക് തന്നെ വേണം എന്നുള്ള രീതിയിലാണ് അനിമോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അനിമോളുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ കാഞ്ഞ ബുദ്ധിയാണ്. അതായത് PR ടീമുകളൊക്കെ പുറത്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാനുണ്ടല്ലോ, അതുകൊണ്ട് കുറച്ചൊന്ന് കരഞ്ഞ് മെഴുകാന്നുള്ള രീതിയിൽ അനിമോൾ ഇന്നലെ മൊത്തം കരച്ചിലായിരുന്നു. അതായത് ഫാമിലി ഓഡിയൻസിനെ ഹെർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയുള്ള കരച്ചൽ സീൻസ് പിടിച്ചിരിക്കുകയാണ്. അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ കരയുക, അനിമോളെ പാവം കരയിപ്പിച്ചു, ബാക്കി എല്ലാവരും കൂടി അനിമോളെ കരയിപ്പിച്ചു. മാനിപ്പുലേഷൻ സ്കിൽസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഒന്നൊന്നര മാനിപ്പുലേഷൻ സ്കിൽസാണ് ഇന്നലെ അനിമോൾ കാഴ്ചവെച്ചത്. പക്ഷേ ഇത് സാധാരണ പ്രേക്ഷകർക്ക് എത്രത്തോളം മനസ്സിലാവും എന്നുള്ള കാര്യം സംശയമാണ്. കാരണം എല്ലാ രീതിയിലും അനിമോളെല്ലാവരും കോർണർ ചെയ്യുന്നു, അനിമോളെല്ലാവരും ഒറ്റപ്പെടുത്തുന്നു, അനിമോളെല്ലാവരും കരയിപ്പിക്കുന്നു. പക്ഷേ ബുദ്ധിമാനായ അനീഷ് മാത്രം അനിമോളുടെ കൂടെ നിന്നു. അവിടെ നേരും സത്യവും നേരും നെറിയൊന്നും നോക്കിയിരുന്നിട്ട് കാര്യമില്ല. അനിമോളുടെ ഡ്രാമയ്ക്ക് ഒത്ത രീതിയിൽ കളിക്കുക, അല്ലെങ്കിൽ അതിലേറെ വലിയ ഡ്രാമ കളിക്കുക എന്നുള്ള കാര്യം മാത്രമേ ഒരു വിജയിക്കാനുള്ള ഒരു വിജയിക്ക് കാണുന്ന ഒരു വഴി എന്ന് പറഞ്ഞേ ഉള്ളൂ. കാരണം നൂറയും ഇവരൊക്കെ തെറ്റ് തിരുത്തുകയും കാര്യങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതൊന്നും പ്രേക്ഷകരുടെ കയ്യിലോട്ടേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതായത് ഇന്നലെ ആദിലൊക്കെ കരയുണ്ടായിരുന്നു, പക്ഷേ ആ കരച്ചിലിനൊന്നും ആൾക്കാരുടെ ഇടയിൽ വിലയില്ല. അരിമോളെ പാവം കരയിപ്പിച്ച ആദിലേക്ക് കിട്ടിക്കോട്ടെ എന്നാണ് സാധാരണ ആൾക്കാരൊക്കെ എന്തായാലും പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ തരത്തിലാണ് ഇപ്പം സംഭവങ്ങളുടെ ഒരു പോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ജസ്റ്റ് 1 വീക്കും 3 ഡേയ്സും മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ 2 ആൾക്കാരെ എന്തായാലും ഉറപ്പിക്കാം നമുക്ക് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പ്ലേസിൽ. അത് അനീഷും അനിമോളുമാണ്. ഇവർ രണ്ടാളും ഉണ്ടാവും എന്നുള്ള കാര്യം എന്തായാലും ഉറപ്പാണ്. നെവിനൊക്കെ എന്തായാലും ഈ വീക്കോടുകൂടി നെവിനോ അല്ലെങ്കിൽ അക്ബറോ ഔട്ടാവും എന്നുള്ള കാര്യം മറ്റൊരു സത്യം. അപ്പോൾ ഈ തരത്തിലാണ് സംഭവങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നൂറേനെയൊക്കെ നല്ല രീതിയിൽ അനിമോൾ ഇന്നലെ ചൊറിഞ്ഞിട്ടുണ്ട്. അതായത് നീ ടിക്കറ്റ് ഫിനാലയിൽ എത്തിയതിൻ്റെ അഹങ്കാരമല്ലേ നിനക്ക്, അത് നിനക്ക് ഞാൻ കാണിച്ചു തരാം, അത് മാറ്റിത്തരാം എന്നുള്ള രീതിയിലാണ് നൂറ സംസാരിച്ചത്. നമ്മുടെ അനിമോൾ സംസാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനിമോളെ നൂറ എത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ടാസ്കുകൾ ജയിച്ചിട്ടും ഇത്രയും കാലം അവിടുന്ന് ആൾക്കാരുടെ സപ്പോർട്ടോടും കൂടിയിട്ടാണ്. അല്ലാണ്ട് PRൻ്റെ 16 ലക്ഷത്തിൻ്റെ ബലത്തിലൊന്നും അല്ല എന്നേ എനിക്ക് പറയാനുള്ളൂ. അതൊക്കെ കഷ്ടപ്പെട്ട് ജയിച്ചതാണ്. അത് അനിമോൾക്ക് എന്തായാലും മനസ്സിലായിട്ടില്ല. മനസ്സിലായിട്ടുണ്ടെങ്കിലും ആൾക്കാരുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക എന്നുള്ള കാര്യം അനിമോളുടെ സ്കില്ലാണല്ലോ. അപ്പോൾ അതാണിപ്പോൾ അനിമോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതെന്തായാലും കൃത്യമായിട്ട് നടന്നു പോകുന്നുണ്ട്. അനിമോൾക്ക് എങ്ങനെയാണ് ഈ വാർത്തകളും ന്യൂസുകളൊക്കെ കിട്ടുന്നതെന്നുള്ള കാര്യവും സംശയകരമാണ്. ഇന്നലെ നമുക്കറിയാം അഖിൽമാരായൊരു കാര്യം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അഖിൽമാരാർ ജയിച്ചതിനെ കൊണ്ട് ഇപ്പോഴും വെറുപ്പും കുന്നായ്മയും മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശോഭനെ എക്സ്പോസ് ചെയ്ത് വലിച്ചെറിഞ്ഞു എന്ന് പറയേണ്ടി വരും. ഇനി ശോഭ നാറാൻ ബാക്കിയൊന്നുമില്ല. ആ രീതിയിലാണ് ശോഭ നാറിയിരിക്കുന്നത്. കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടേക്കൂ.